രാത്രി ആകുമ്പോഴാണ് സാധാരണ സൈക്കിളെടുത്ത് അകത്ത് വെക്കാറുള്ളൂ. അല്ലാതെ പുറത്തെടുത്ത്, കാരണം ഈ റൂട്ടിൽ ആൾക്കാർ അങ്ങാടിക്കാതെ നടക്കണേ എന്താ. അപ്പോൾ എന്തായാലും പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം ഞാൻ അവളോട് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ഇവിടെ നിന്ന് ഇറങ്ങണേന്നാണ് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. നമ്മൾ ഇന്നലെ ഫുഡ് കഴിക്കാൻ വന്ന സ്ഥലത്താണ്ടോ കേട്ടോ. അപ്പോൾ അതേ ഊണാണ്ട് ഓർഡർ ചെയ്താ. അല്ലീന എന്താണ് സെറ്റല്ലേ? സത്യം പറഞ്ഞിട്ടല്ല, ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഒരു മടിയാണ് കേട്ടോ. അതാണ് ഒന്നാമത്തെ കേസ്. ഞാനിങ്ങനെ ആദ്യം ആലോചിച്ചു വീഡിയോ എടുക്കണമെന്നൊക്കെ. കാരണം പരിചയമുള്ള ആൾക്കാർ വെക്കുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു ഇത്, കാരണം അവർ കളിയാക്കല്ലാന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വീഡിയോ എടുക്കാണ്ട് പോയി ചിരി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലേ നമ്മളെന്തായാലും ഊണ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാം. കാരണം നാട്ടിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടേ നമ്മൾ ചോറ് കഴിക്കൽ കുറവാണ്. അതായത് നാട്ടിലെ ഫുഡ്, അതായത് സാമ്പാറുണ്ട്, പിന്നെ ഒരു കൂട്ടുകറിയുണ്ട്, പിന്നെ തോരൻ, അങ്ങനെ മോര്, അച്ചാറ്, പല സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ ഇവിടുന്ന് എന്താണ് ബിരിയാണി ട്രൈ ചെയ്തായിരുന്നു. പുട്ട്, ബീഫ്, പിന്നെ അങ്ങനെ അപ്പം, അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണേണ്. നേരെ നമ്മൾ കുത്തബ് മിനാർ പോകാനാണ് ഫസ്റ്റ് പ്ലാൻ ഇട്ടേക്കണം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് കാണാം കേട്ടോ, ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷൻ എത്തിയേട്ടാ. അണ്ടർഗ്രൗണ്ട് ആണല്ലേ. കാർഡുണ്ടോ അപ്പം എൻ്റെ കയ്യിൽ? മറ്റേതായിരിക്കും നല്ലത് ശരിക്കും എന്താ അറിയാമോ, മറ്റേതാണ് നല്ലത്. കാരണം അതാവുമ്പോൾ നമ്മൾ ഓരോന്നും എടുക്കുമല്ല. ശരിക്കും നമ്മളതാണ് ശരിക്കും ലാഭം. കാരണം നമ്മൾ അധികം പോകണില്ല. കാർഡ് നമ്മൾ റീചാർജ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 200 കാർഡ് ആദ്യം 200 രൂപ അല്ലേ? ആ പിന്നെ അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങിയേട്ടാ. മെട്രോ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. എന്നാലും ഒന്നും പറയാതാ, ഇതിലൊക്കെ പറ. അപ്പോൾ നമ്മളെ ഇപ്പം മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ നമുക്ക് മെട്രോ ഇറങ്ങി. അപ്പോൾ അതേ കുത്തബ് മിനാർ സ്റ്റേഷനിലാണ് ഇറങ്ങിയേക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഇനിയൊരു 1.5 കിലോമീറ്റർ എന്തോ നടക്കാനുണ്ടെന്ന് തോന്നുന്നില്ല കുത്തബ് മിനാറിലേക്ക് അല്ലേ? അങ്ങനെ എന്തോ ഉണ്ട്. കാരണം അല്ല പറഞ്ഞതാ എനിക്ക് തന്നെ. കാരണം ഇവിടെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് കുത്തബ് മിനാർ സ്റ്റോപ്പാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി കുറച്ചങ്ങ് പോകാനുള്ളൂ കേട്ടോ. നമ്മളെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഷെയർ ഓട്ടോയിൽ കയറിയേട്ടാ. അപ്പോൾ വേറൊരുത്തമ്മ വന്ന് പറഞ്ഞത് ഷെയർ ഓട്ടോ ആണെങ്കിൽ 30 വെച്ചാണ്. അപ്പോൾ നമ്മൾ 20 പറഞ്ഞപ്പോൾ അവന് കുറക്കല്ല. അപ്പോൾ അവൻ വേറൊരു ഓട്ടോക്കാരൻ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് 20 ആദ്യം ഒരാൾ വെച്ച് കുത്തബ് മിനാർ ഇറക്കാന്ന് പറയണ്ട. അപ്പം മറ്റൊന്നിനും ഇവരും കൂടെ ഭയങ്കര പ്രശ്നം. കാരണം ഇവിടെ നമ്മൾ വിനവേശന കൊണ്ട് ഇരിക്കോട്ടാ. അതാണ് ഏറ്റവും ഇത് ഇല്ലേ. അപ്പൊ നമ്മള് ഷെയർ ഓട്ടോ എടുത്തേക്കണം. അപ്പൊ ഇവള് പുറകിലുണ്ട് കേട്ടാ. കാരണം ഇവിടേക്ക് ഭയങ്കര തട്ടിപ്പാണ്. മരുന്നായ്പ് കാര്യങ്ങളാണ്. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1 കിലോമീറ്റർ എന്നുള്ളൂ തോന്നുന്നു കുത്തബ് മിനാറിലേക്കട്ടാ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഓട്ടോക്കാണ് പോയത്. ഓട്ടോക്കല്ല, നമ്മള് ഫസ്റ്റ് എന്തോ നടന്നാന്ന് തോന്നുന്നു പോയെന്ന് തോന്നിട്ട്. ഞാൻ ഓർക്കല്ല, ഏകദേശം 2 വർഷം കേട്ടാ. നമ്മളങ്ങനെ കുത്തബ് മിനാർ എത്തിയേട്ടാ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. ഇവിടെ പല റേറ്റ് ആട്ടോ. ഇന്ത്യൻസിന് റേറ്റ് വേറെ, പിന്നെ അതേപോലെ ചിൽഡ്രൻസ് ആണെങ്കിൽ അവർക്ക് റേറ്റ് വേറെ. ഫോറിനേഴ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം. ഇതിവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇവിടെ ഓൺലൈനിൽ എടുത്തേ കേട്ടോ. ഓൺലൈൻ എടുത്തിട്ട് ക്യാഷ് പോയി, പക്ഷെ ഒന്നും ആയില്ല കേട്ടോ. എൻ്റെ കണ്ടില്ലേ ഡോക്യുമെൻ്റ് ഒന്നും, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്നും വന്നില്ല. ഇപ്പോൾ ലോഡാണല്ലോ. ഇത് നെറ്റിൻ്റെ ഇതാണ് നല്ല. പക്ഷെ ഒരു SMS വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഒന്ന് അവിടെ പോയി നോക്കാം. നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരുപാട് ഫോറിനേഴ്സും പിന്നെ അവിടുത്തെ ലോക്കൽ ആളുകളും നമ്മളെ പല നാടുകളിൽ നിന്നും ആളുകളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ശനിയാഴ്ചയും കൂടിയാണ്. നാളെ നല്ല തിരക്കായോ? നാളെ ഉണ്ടാവില്ല, കാരണം നാളെ ഞായറാഴ്ച കൊണ്ട് അവധിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം ഇന്ന് ശനിയാഴ്ച തന്നെ ആളുകൾ മാക്സിമം വന്നിട്ടുണ്ട് കേട്ടോ. അവിടെയാണ് എൻട്രൻസ്. അവിടെ ഒന്ന് പോയി നോക്കാം നമുക്ക് എന്തായാലും. അങ്ങനെ നമ്മൾ കുത്തബ് മിനാറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എൻ്റെ മോനെ അല്ലേ എന്ത് ഇതാണല്ലേ എടി. ഇത് കണ്ട, അത് ഫുള്ള് മറ്റേ ഇതാണ് അറബിയിലാണ് എഴുതിയേക്കണം. കാണുന്നില്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചില്ല, ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കണം. ഫുള്ള് കണ്ടില്ലേ നമ്മൾ കുത്തബ് മിനാറിൻ്റെ അവിടെയൊക്കെ ഫുള്ള് എഴുതി വെച്ചേക്കണം അറബിയാണ്. അതായത് ഖുർആൻ്റെ എന്തോ ഇതൊക്കെ. ഇത് നോക്കി ഫ്ലൈറ്റ് പോകണണ്ടില്ലേ. അതായത് ഇവിടെ നിന്ന് നമുക്ക് കിട്ടില്ല ഫോട്ടോ എടുക്കാറുണ്ട്. ഫ്ലൈറ്റ് പോകണണ്ടില്ലേ. അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
നമ്മളങ്ങനെ ചെക്കിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ അതേ ടിക്കറ്റൊക്കെ കാണിച്ച് എല്ലാം സെറ്റായിട്ടാ. മെയിലാണ് നമ്മുടെ ടിക്കറ്റ് വന്ന് കിടന്നു വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചില്ല ആ കാര്യം. പിന്നെ മെയിൽ നോക്കിയപ്പോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാകുന്നട്ടാ. അപ്പോൾ നമ്മൾ കുത്തബ് മിനാർ കയറി അങ്ങോട്ട് വന്നിട്ടാ. എൻട്രൻസ് വന്ന് ഈ കാണുന്നേട്ടാ കുത്തബ് മിനാർ. കുത്തബ് മിനാർ ശരിക്കും ഇത് പണ്ട് നമ്മുടെ ഡൽഹി സുൽത്താന്മാരുടെ കാലഘട്ടത്തിൽ മുതലുള്ള ഒരു ഇതാണ് കുത്തബ് മിനാർ. ശരിക്കും ഇതെന്താ പറയുക, ഒരു മുസ്ലിം ഒരു കൾച്ചർ ഇതിൻ്റെ ഇതിൽ അങ്ങനെ എന്തോ ബന്ധപ്പെട്ടാണ് ഇത് പണിതേക്കണം. കണ്ടില്ലേ ഈ ഒരു എഴുത്ത് കണ്ടില്ലേ, ഇതൊക്കെ എല്ലാം അറബിയാണ് കേട്ടോ. അതായത് ഖുർആൻ അങ്ങനെ എന്തോ ഇതാണെന്ന് തോന്നുന്നുണ്ട്. കറക്റ്റ് ഞാൻ ഓർക്കാനുള്ള, ഞാൻ ഇതിനു മുമ്പ് ഒരു ഇത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തോ ഇട്ടാന്ന് തോന്നുന്നത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് പോകുന്നട്ടോ. ഇപ്പോൾ അത് ഇവിടെ കറക്റ്റ് ഇപ്പോൾ വേറൊരു സ്പോട്ടിൽ, അതായത് ഇതിൻ്റെ തന്നെ ഇപ്പുറത്ത് തന്നെ കുറച്ച് കാണാനുണ്ട് കേട്ടോ. ഇവിടേക്ക് ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് മറ്റേ അറബ് ഇത് ലിപിയിൽ എഴുതിയേക്കണേ കേട്ടോ. ഫുള്ള് കാണാൻ അടിപൊളിയാണ്. പിന്നെ അതേ ഇവിടെ വേറെ ഇതാണ്ട്, ഇവിടെ ഓരോ തൂണിനും പ്രത്യേകതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു മക്ബറ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നു അലാവുദ്ദീൻ ഖിൽജിയുടെ മക്ബറ. അതായത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഡൽഹി ഭരിച്ചിരുന്നൊരു ഭരണാധികാരിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കുത്തബ് മിനാറിലാണ്. അപ്പോൾ അതേ കുറച്ച് മലയാളീസിനെ കണ്ടിട്ടാ. ഹായ്, ഒന്ന് പരിചയപ്പെടുത്തു ബ്രോ. എങ്ങനെയാണ് പേര്? മൂസീൻ എവിടെയാണ്? ഞാൻ മലപ്പുറമാണ്. എറണാകുളത്ത് വർക്ക്. എങ്ങനെ മലപ്പുറം? എങ്ങനെ പേര്? എങ്ങനെ? നാജിയ മലപ്പുറം. ഓ, എങ്ങനെയുണ്ട്? എത്ര ദിവസം ഇപ്പം? എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ? എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഉഷാറാണ്. അപ്പം എന്തായാലും കണ്ടതിന് സന്തോഷം. ഓക്കെ എന്നാ വിളിക്കാൻ. അല്ല ജയിലാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടാ. നമ്മളിപ്പോൾ അവരെ കണ്ടിട്ട് വന്നു. ഇത് ജയിലല്ല കേട്ടോ, ഇതെനിക്ക് തോന്നുന്നത് സ്റ്റെപ്പാണ് കേട്ടോ, സ്റ്റെയർ ആണ്. പക്ഷെ ഇത് ലോക്ക് ചെയ്തിട്ടേക്കണം, നമുക്ക് മേലിൽ കയറാൻ പറ്റുമായിരുന്നു. ക്യാമറയിൽ ചാർജില്ലല്ലോ. നോക്കി കാരണം ഇവിടെ നിന്നുള്ള കാഴ്ച വേണ്ട, അടിപൊളിയാണ്. ഇവിടെ നമുക്ക് കുത്തബ് മിനാർ കാണാം കേട്ടോ, അടിപൊളിയായിട്ട്. ക്യാമറയുടെ ചാർജ് ചേർന്നാട്ടാ, 1% ഉള്ളൂ ഇനി. എനിക്ക് പയ്യെ ഇല്ലടി ഇത് കയറാൻ പറ്റൂല, കണ്ടില്ലല്ലോ. ആ കയറാൻ പറ്റൂല. ആ ലോക്ക ഈ ഒരു ഇത് കണ്ടില്ലേ, ഇതിനൊക്കെ ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള കേട്ടോ. അതായത് കുത്തബ് മിനാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സംഭവം ഉണ്ടാവും. ഇതിനൊരു പ്രത്യേക സ്റ്റോറി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചത്. ഇത് നോക്കിയത് ഫ്ലൈറ്റ് പോകണുണ്ടല്ലേ, ചില പലരും വീഡിയോ എടുക്കണം, ഫോട്ടോ എടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ മേലിൽ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് പോകണതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ കുത്തുബുദ്ദീൻ്റെ അടുക്കിയേക്കണം. അതായത് നമ്മൾ ഈ കാണുന്ന കുത്തബ് മിനാറിൻ്റെ നേരെയാണ് കുത്തുബുദ്ദീനെ അടുക്കിയേക്കണം. 2 എണ്ണം ഉണ്ട്. പക്ഷേ ഞാനിവിടെ കുറേ പേരോട് ചോദിച്ചേട്ടാ. ഞാൻ പിന്നെ വേറെ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ചിട്ടാണ് കേട്ടോ ആളെനിക്ക് പറഞ്ഞു തന്നാൽ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങാടൊക്കെ ഒന്ന് പോകാട്ടോ. പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഒരു ഇതായിരിക്കോട്ടെ, ഇതിൻ്റെ ഫുള്ള് ലിപി എഴുതിയേക്കണത് നമ്മുടെ അറബിയാണ് എഴുതിയേക്കണം ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല കുത്തബ് മിനാറിൽ അവിടെയും അറബിയാണ് എഴുതിയേക്കണം. അപ്പോൾ അവളിവിടെ പോസ്റ്റായിട്ട് ഇപ്പം കേട്ടാ. അപ്പോൾ ഇവർക്ക് എന്തോ 7 ഡ്യൂട്ടിക്ക് കയറാണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു കബറിടമുണ്ടല്ലോ, അത് കുത്തബുദ്ദീൻ്റെ കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നുണ്ട് ഗിൽത്മിഷിൻ്റെ എന്ന് തോന്നുന്നു. അപ്പോൾ കുത്തബുദ്ദീനാണ് ഇതൊക്കെ ഫുള്ള് നിർമ്മിച്ചത്. അതായത് ഈ കുത്തബ് മിനാറും അതേപോലെ ഈ ഒരു ഫുള്ള് സാമ്രാജ്യം അദ്ദേഹമാണ് നിർമ്മിച്ച. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിൻ വിശ്വസ്തനും അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമ്രാജ്യം ഫുള്ളും കാത്തു സൂക്ഷിച്ചത് നമ്മുടെ ഈ ഗിൽത്മിഷ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ ഒരു മക്ബറയെന്ന് തോന്നുന്നു, ആളുടെ ഒരു കബറിടമെന്ന് തോന്നുന്നു അവിടെ കൊടുത്തേക്കണം. അവിടെ ഒരു ഇതാണ് കേട്ടോ. അവിടെ നമ്മൾ കണ്ട ഒരു ചെറിയൊരു കബറില്ലേ, അതും ആളുടെ എന്ന് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. ഇവിടെ ആരോടും ഞാൻ ചോദിച്ചു നോക്കി, ആരും കറക്റ്റ് അറിയില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ പറയില്ലേ ഖുവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ ഒരു മദ്രസയാണ് കേട്ടോ, മസ്ജിദാണ്, പണ്ടത്തെ ഒരു മസ്ജിദാണ് കേട്ടോ. അതായത് ഈ ഒരു കുത്തബ് മിനാർ ഉള്ള സമയത്ത് ഉള്ളൊരു മസ്ജിദാണ് ആ കാണുന്നത്. അല്ലേ ഫ്ലൈറ്റ് പോകണുണ്ടല്ലേ മേളിൽ കൂടെ, ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് വരുമ്പേ ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട് കേട്ടോ, നമുക്ക് അങ്ങാടേക്ക് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. കാരണം ഇവിടെ നിന്ന് പ്രത്യേക വ്യൂ ആണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുക. കണ്ടില്ലേ, ഇതാണ് ഖുവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞ മോസ്ക് കേട്ടോ.
അപ്പോൾ ഇത് ഈ കാണുന്നത് പഴയ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ കണ്ടിട്ട്. പിന്നെ ഇവിടെ കുറേ ആൾക്കാരൊക്കെ വന്ന് ഇരിപ്പുണ്ട്. പിന്നെ ഇവർ കണ്ടില്ല ഇവിടെ ഫുള്ള് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം അത്യാവശ്യം 5-5:30 അത്യാവശ്യം വെയിൽ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഫോറിനേഴ്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇവർക്ക് എനിക്ക് തോന്നുന്നുണ്ട് ചാർജ് കൂടുതലാണ് ടിക്കറ്റിന്. നമുക്ക് ഏകദേശം ഒരാൾക്ക് 35 രൂപ വെച്ചായിട്ടാ. അപ്പോൾ ഇവർക്ക് എനിക്ക് തോന്നുന്നു 400 എന്ത് വെച്ചാണ് തോന്നുന്നുണ്ടോ. ഇവിടെ നമുക്ക് അകത്തേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ വന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ട്. അവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്. കാരണം നോക്കിയാൽ ഫുള്ളും മരമുണ്ട്, തണലും കാര്യങ്ങളാണ്. ഇപ്പം വെയിലൊന്നും ഇല്ല കേട്ടോ അല്ലേ. ഇതൊക്കെ പഴയ ഒരു ഇതാണ് കേട്ടോ, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ കേട്ടോ. കുറേയൊക്കെ സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് വീണ്ടുന്നുണ്ടോ. എന്തായാലും ഒരുപാട് വർഷം പഴക്കമുള്ള കേട്ടോ കുത്തബ് മിനാർ എന്ന് പറയുന്നത്. അത്യാവശ്യം ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എന്തായാലും ഡൽഹിയിലൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലമുണ്ട് കുത്തബ് മിനാർ എന്ന് പറഞ്ഞത്. പറഞ്ഞില്ലേ ഇവിടെയൊക്കെ ഒരുപാട് ആളുകൾ വന്നിരിപ്പുണ്ട് കേട്ടോ, അടിപൊളിയാണ്ട. ഒരുപാട് മലയാളികളുണ്ട്, പല പല നാട്ടിലെ ആളുകൾ വന്നിട്ട് ഇവിടെ കുറേ പേരൊക്കെ ഇന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് അതുപോലെ തന്നെ ഇപ്പം എന്തോരം ഫ്ലൈറ്റാണ്ടാ പോകണം അറ്റ് എ ടൈമിൽ. എനിക്ക് തോന്നുന്നു കുറച്ച് ഒരു 5-4-5 മിനിറ്റ് ഇടവിട്ടാണ്ട ട്രെയിനിന് ഫ്ലൈറ്റൊക്കെ പോകണട്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു മക്ബറ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പേരൊന്നും കണ്ടില്ല കേട്ടോ. മക്ബറയില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുക്കിയ ആളുടെ പേര് ഇമാം മുഹമ്മദ് അലി എന്നാട്ടാ. ഞാനിപ്പോൾ അവിടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആളാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഖുവത്തുൽ ഇസ്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദർസയിൽ അന്ന് എനിക്ക് തോന്നുന്നു ഉസ്താദായിട്ട് നിന്ന, അതായത് അന്ന് ഇവിടെ നിന്ന ഒരു വ്യക്തിയാണ്. അതായത് എനിക്ക് തോന്നുന്നു ഉസ്താദായിട്ട് നിന്ന ആളാണെന്ന് തോന്നുന്നു. കറക്റ്റ് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് കിട്ടുന്ന കുറച്ച് അറിവും പിന്നെ ഓൺലൈനിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് അറിവും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണം. ഒരുപാട് തെറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ വ്യക്തമായിട്ടൊന്ന് പറയണമെങ്കിൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ ഇവിടെ ഉണ്ട് അടക്കിയേക്കണം. അപ്പോൾ അപ്പുറത്താണ് നമ്മൾ ആദ്യം കണ്ടില്ലേ അവിടെയാണ് കുത്തബുദ്ദീന അടക്കിയേക്കണം. ഇവിടുന്ന് ഇറങ്ങണേ കേട്ടോ കുത്തബ് മിനാറിന്. ഏകദേശം 6 മണിയായിട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാല. അപ്പോൾ നല്ല ഇരുട്ടായി, ഇപ്പോൾ ഏകദേശം ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കാരണം ഇരുട്ടായി തുടങ്ങിയല്ലോ. അപ്പോൾ ഇവിടെ കാണാൻ അടിപൊളിയാണ് കേട്ടോ. കൊച്ചി വന്നിടിച്ചിപ്പോൾ അതെ ക്യാമറയിലല്ല ഫോണിലാണ് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല ലൈറ്റ് കണ്ടില്ല കുത്തബ് മിനാറിൻ്റെ കണ്ടില്ല. ഇതാ ഹെലികോപ്റ്റർ അതായത് ഫ്ലൈറ്റ് പോകണ കണ്ടില്ലേ നിങ്ങൾ, അടിപൊളിയാണ് കേട്ടോ. നമ്മളങ്ങനെ ഇപ്പോൾ റൂമിലെത്തിയേട്ടാ. കാരണം നമ്മൾ കുത്തബ് മിനാർ പോയിട്ട് നേരെ റൂമിലേക്ക് വന്ന്. കാരണം അവൾക്ക് നൈറ്റാണ്. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ നേരെ ഡ്യൂട്ടിക്ക് പോയി. ഞാനങ്ങനെ റൂമിൽ വന്ന്. നാളെ ഞങ്ങൾ എന്തായാലും ഒന്നും കൂടെ പുറത്തേക്ക് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഞാനല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങണം കേട്ടോ. എന്തായാലും നമ്മളിപ്പോൾ റൂമിലെത്തിയപ്പോൾ കുറച്ച് ലേറ്റായി. എൻ്റെ ഒരു ഐറ്റം ഞാൻ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടാണ്. അതായത് നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടാ. ഇതാണ് കേട്ടോ പ്രൊഡക്റ്റ്. അതായത് നമ്മുടെ ആ കുക്കിങ്ങിൻ്റെ ആ ഇതില്ലേ സ്റ്റൗവില്ലേ അതാണ്ടാ. ഇവിടെ നോക്കാം നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഇതാണ് ഐറ്റം. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താർന്നട്ടെ കുറച്ച് മുമ്പ്. 2 പാത്രമുണ്ട്. കാരണം ഓൺലൈനിൽ ഏകദേശം 1000 രൂപയായി. മറ്റേത് ഞാൻ നോക്കി ഓഫ്ലൈൻ നമ്മൾ കുറേ കടകളൊക്കെ ചെന്ന് നോക്കി. ഇവിടെ കുറച്ച് ആർമി സ്റ്റോർ അങ്ങനെ കുറച്ച് കടകളുണ്ട് ട്രക്കിങ്ങിൻ്റെ. കാരണം ആ ഒരു ഏരിയയിൽ മാത്രമേ ഈ ഒരു ഐറ്റംസ് കിട്ടുന്നത്. ബാക്കി ഞാൻ അന്വേഷിച്ചു അവിടെ എവിടെ കിട്ടാനുള്ള കേട്ടോ. ഇതാണ് ഐറ്റം. ഇങ്ങനെ ഇരിക്കും. നമുക്ക് ഇതൊരു ചെറിയൊരു പാനാണ് കേട്ടോ. ഇത് ഒരെണ്ണമുണ്ട്. പിന്നെ വേറൊരു വലിയൊരു പാനുണ്ട് അതിൻ്റെ മൂടി. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു കയ്യിലുണ്ട് കേട്ടോ ചെറിയൊരു സ്പൂണ്, ചെറിയൊരു സ്ക്രബ്ബറുണ്ട്.
പിന്നെ ഇത് എന്തിനാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് എന്തിനാണെന്ന് ഞാൻ അറിയില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും എന്തിനാ സംഭവം എനിക്ക് ഐഡിയ. 2 പാത്രം ഉണ്ട് കേട്ടോ. പിന്നെ അത് ഈ ഒരു പാത്രം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പാത്രമുണ്ട്. പിന്നെ അത് അതിൻ്റെ മൂടി കണ്ട് കാണാം. പിന്നെ ഇങ്ങനത്തെ 2 പാത്രം ഉണ്ട് കേട്ടോ. ഇത് എന്തിനാ സംഭവം എന്ന് എനിക്കറിയില്ല, യൂസ് എന്തിനാണ്. പോളിപ്രോപ്ലൈൻ. പിന്നെ അതേ ഒരു കയ്യിലുണ്ട് ചെറിയൊരു ഇതുണ്ട്. പിന്നെ അതേ ഒരു സ്ക്രബ്ബർ പോലത്തെ സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനം വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം, അതായത് ഒന്ന് കുക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ ഇപ്പോൾ റൂമിലാണ്ടുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയി, കാരണം ക്യാമറയിൽ ചാർജ് തീർന്നു കേട്ടാ. പുറത്ത് അങ്ങനെ പോയിട്ട് അധികം കറങ്ങിയില്ല, പോയിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് പുറത്ത് ജസ്റ്റ് പോയിട്ടൊന്ന് വന്നിട്ടാ. അപ്പോൾ എന്തായാലും ഇവിടെ റൂമിൽ ഇപ്പോൾ റെസ്റ്റാണ്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്യണമായിരുന്നു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകിയിടാണ്ടായിരുന്നിട്ടാ. അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് അവിടെ ഉണക്കാനിട്ട് എങ്ങനെയുണ്ടാകും. അപ്പോൾ അതൊക്കെ എവിടെയെങ്കിലും തിരിച്ചിടണം. പിന്നെ ഷൂ ഒന്ന് കഴുകിയിട്ട്, ഷൂ ഒക്കെ ഫുള്ള് നല്ല സ്മെല്ലായിരുന്നിട്ടാ, അതൊക്കെ കഴുകിയിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഇരിക്കലായിരുന്നു. അപ്പോൾ അത് കാരണം അധികം കറങ്ങാൻ പറ്റില്ല കേട്ടോ. പിന്നെ അടിയിൽ 11 മണിയാകുമ്പോൾ കൂട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം നേരം പുറത്തേക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ മെട്രോയിലേക്ക് കയറിയിട്ട് എവിടെയെല്ലാം കറങ്ങിയിട്ടൊക്കെ വന്നേരായിരുന്നു. അപ്പോൾ നാളെ എന്തായാലും നമുക്ക് പ്ലാൻ ആക്കാം. അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇന്നധികം. നമ്മളാകെ കുത്തബ് മിനാർ പോയി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിട്ട്, അല്ലാണ്ട് അങ്ങനെ അധികം വലിയ വ്ളോഗ് കാര്യങ്ങളായിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. നമ്മൾ ഇനി നല്ലൊരുപാട് വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചകളെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കേട്ടോ.